യെസ്, ഗുഡ് ഈവനിങ് ഡേസ്. ദിസ് ഇസ് സിയാദിലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. ഇന്നലെ ആക്ച്വലി FISും DISും ബയേഴ്സ് ആയിരുന്നു. സ്വാഭാവികമായ രീതിയിൽ മാർക്കറ്റ് അതുകൊണ്ട് കുറച്ച് പ്രതീക്ഷിച്ചു ഇൻവെസ്റ്റേഴ്സ്. പ്രതീക്ഷക്കൊത്ത് മാർക്കറ്റ് ഉയർന്നെങ്കിൽ കൂടിയും വീണ്ടും ഒരു സെൽ ഓഫ് കണ്ട് വീണ്ടും ഒരു ഗൂഗിളിയായ ഒരു അവസ്ഥയാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. പക്ഷേ 25,800 മുകളിലൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കാണാം. ചാർട്ടിൽ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 25,720 ലോ ടെസ്റ്റ് ചെയ്തു, സഡൻ റാലി, 176 പോയിന്റ് റാലി. എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവണം ഈ ഒരു റാലിയിൽ. പിന്നീട് നിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് 132 പോയിന്റ് ഫോൾ രേഖപ്പെടുത്തി. പിന്നീട് തിരികെ കയറി 25,815 നിഫ്റ്റിയുടെ ക്ലോസ്. പ്രധാനമായിട്ടും ഇന്ന് നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തത് IT കമ്പനീസാണ്. യുഎസിൽ നിന്ന് അസഞ്ചറിൻ്റെ റിസൾട്ട് വരികയാണ്. അസഞ്ചറിൻ്റെ എല്ലാം തന്നെ ഈ റവന്യൂ ഫോർകാസ്റ്റ് ഉയർത്തിയ ആ ഒരു ദിവസം IT കമ്പനീസ് റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് വീണ്ടും അസഞ്ചറിൻ്റെ റിസൾട്ട് വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് IT കമ്പനീസ് കുറച്ചൊന്ന് റിക്കവറി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രശ്നത്തിലായ ഇൻഡിഗോയുടെ CEO പറഞ്ഞിരിക്കുന്നത് വേസ്റ്റ് ഫേസ് ഓവർ എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇൻഡിഗോ കമ്പനീസിന് അത് ഗുണകരമായിട്ടുണ്ട്. ഈ സെബി നമ്മളുടെ HDFC AMC പോലുള്ള കമ്പനീസിൻ്റെ എല്ലാം തന്നെ എക്സ്പെൻസ് റേഷ്യോ പരിഷ്കരിച്ചത് HDFC AMC 7% റാലിക്ക് കാരണമായി. മാക്സ് ഹെൽത്ത് കെയർ കമ്പനി അവർ 1,020 കോടി രൂപയാണ് പുതിയൊരു ഹോസ്പിറ്റൽ പൂനെയിൽ അക്യൂർ ചെയ്തത്. അതുകൊണ്ട് അവരും ഏകദേശം ഒരു 2% റാലി രേഖപ്പെടുത്തി. സിങ്ക് പ്രൈസ് ഉയരുകയാണ്. അതുകൊണ്ട് ഇന്നലെയും റാലി രേഖപ്പെടുത്തിയ ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്നും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റി. മീഷോ ഇന്നലെയും നമുക്ക് ശക്തമായ റാലി ഉണ്ടായിരുന്നു. ഇന്നും ഒരു 9% റാലി രേഖപ്പെടുത്തി. 1 lakh crore മാർക്കറ്റ് ക്യാപ്പ് ടപ്പേന്നായിട്ടുണ്ട്. ഓല ഇന്നലെയും ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു ഫോള് കണ്ടു. ആൻ്റണി വേസ്റ്റ് കമ്പനി ഇന്നലെ രാവിലെ പോസ്റ്റ് മാർക്കറ്റിലും ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. കമ്പനിക്ക് 1,330 കോടി രൂപയുടെ വേസ്റ്റ് ഹാൻഡ്ലിംഗ് ഓർഡർ കിട്ടിയ ന്യൂസ്. ഇന്ന് ഈ സ്റ്റോക്ക് 18% റാലി രേഖപ്പെടുത്തി എന്നുള്ളത് ന്യൂസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ എല്ലാം തന്നെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 7 ലക്ഷം കോടി രൂപ കവിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ നമുക്ക് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി യൂറോപ്യൻ സൈഡിൽ നിന്ന് ഈ UK മാർക്കറ്റ് മാത്രമായിരുന്നു പോസിറ്റീവ്ലി റിയാക്ട് ചെയ്തത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ നിന്ന് ഇൻഡിഗോ, TCS, മാക്സ് ഹെൽത്ത് കെയർ, ടെക്കം, ഇൻഫോസിസ് എല്ലാം ആണ് ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയത്. ഒട്ടുമിക്ക ന്യൂസുകളും എന്തുകൊണ്ട് റാലി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോൾ ആയത് സൺഫാർമ, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, ബജാജ് ഓട്ടോ, M&M ആണ്. സൺഫാർമയുടെ എല്ലാം തന്നെ ഒരു പ്ലാനിൽ ഡ്രഗ് കൺട്രോൾ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ERR റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് സൺഫാർമ ഒരു ഇടിവിന് കാരണമായത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 9.8, ജപ്പാൻ മാർക്കറ്റ് ഇടിഞ്ഞു, കൊറിയ, ചൈന എല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഗോൾഡ് $4,322 പെർ ഔൺസ് ആയിട്ടാണ് ടോപ്പ് ചെയ്യുന്ന 6ാമത് കാണാം. $16 ഫോൾ ഉണ്ടായിട്ടുണ്ട്. ബ്രന്റ് ഓയിൽ 59, 60 താഴെ പോയി. ബിറ്റ് കോയിൻ 87,000 നിലനിൽക്കുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 69 പോയിന്റ് പ്ലസിലാണ് ഉള്ളത്. ഇനി മാർക്കറ്റിലേക്ക് പൊതുവേ വരുമ്പോൾ FIS ഈ ഡിസംബർ മാസം അവർ 17 ദിവസത്തെ അല്ലെങ്കിൽ 16 ദിവസത്തെ കണ്ടിന്യൂസ് സെല്ലിങ്ങിന് ശേഷമാണ് 16 എല്ലാ ദിവസവും മാർക്കറ്റ് ഇല്ല, കലണ്ടർ ഡേയ്സ് പറയുകയാണെങ്കിൽ 16 ദിവസത്തെ ആ ഒരു ഫോളിന് ശേഷമാണ് ഇന്നലെ ആദ്യമായിട്ടൊരു ബൈയിങ് കണ്ടതെന്നുള്ള ഒരു പ്രത്യേകത മാത്രമാണ് ഉള്ളത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ന്യൂസിലേക്ക് വരുമ്പോൾ നമ്മുടെ റിലയൻസ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അവർ ഫുഡ് പ്രോസസ്സിങ്, കെച്ചപ്പ് പോലെയുള്ള അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിന് മുന്നോടിയായിട്ട് അതിനുശേഷം അവർ ഈ FMCG ബ്രാൻഡുകൾ അവർ അക്യൂർ ചെയ്യുന്നുണ്ട്. ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ഉദ്യം അഗ്രോ ഫുഡ്സിനെ അവർ അക്യൂർ ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണുള്ളത്. സീക്ക് കമ്പനി $3.25 മില്യൺ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സീമക്ക് കമ്പനിയാണ്. ബയോകോൺ ഇന്ന് 1.5% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ പ്ലാനിൽ ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ നടത്തി ER റിപ്പോർട്ട് കിട്ടി എന്നുള്ള ന്യൂസാണ്. മാക്സ് ഹെൽത്ത് കെയർ നമ്മൾ കണ്ടിരുന്നു. അവർ 1,200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. പൂനെയിലുള്ള ഹോസ്പിറ്റൽ അവർ അക്വയർ ചെയ്തു. TCS കമ്പനി ഇന്ന് ഏകദേശം 2% റാലി ഉണ്ടായിരുന്നു. അവീവിയ UK ഒരു ഫേമസ് കമ്പനിയാണ്. അവരായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ക്ലീൻ സയൻസ് കമ്പനി 1.46% റാലി ഉണ്ടായ കമ്പനിയാണ്. ഇവിടെ പുതിയ പ്ലാന്റിൽ നിന്ന് അവർ
കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനി കുറേ നാളത്തെ ഇടിവ് തുടർന്ന കമ്പനിയാണ്. ഇന്നൊരു 2.25% റാലി ഉണ്ടായിരുന്നു. ഇവർ അരുണാചൽ പ്രദേശിലുള്ള അരുണാചൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ടൊരു 144 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഹൈഡ്രോ പ്രൊജക്റ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ജെൻസെൽ ഇൻ്റർനാഷണൽ കമ്പനി 5% റാലി ഉണ്ടായ കമ്പനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ ഡെഫിനിഷൻ അഡാസ് മാപ്പ് കമ്പനി ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.